ഇതിവിടെ സ്ഥിരം പതിവാ. വെള്ളം അടിച്ചിട്ട് വന്നാ രാമന് ഇത് തന്നെയാ പണി. അവള് മിക്കപ്പോഴും ഇവിടെ കിടക്കുന്നേ. ഇവിടെ അതൊന്നും വലിയ പുതുമയല്ലേ ചേച്ചി. ആശയ്ക്കൊന്നും അൻപക്കൊന്നാ ഇവിടുത്തുകാര് പറയാ. ചിന്ന വീടില്ലാത്തൊരു ചുരുക്ക. சீக்கிரம் இப்பதானமா வந்த யாரே சொன்னது? எப்ப வந்துட்டேன். நான் தான் பாத்துட்டு இருக்கேன். நீ பாத்துட்டு நான் என்ன செய்யறது? நாங்க எவ்வளவு நேரமா நின்னுட்டு இருக்கோம். சத்தம் போடாதீங்க, எல்லாரும் கொடுக்குறேன். இந்த பொண்ணு எப்பவுமே இப்படிதான். ஆமா 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 ஆமா. யோ கையடியா காசு கொடுமா. பாரு ഞാനെപ്പോഴേ വന്നു. ചേച്ചിന്ന് സ്വപ്നം കാണാ. സജിമോനും ബിജിമോളും ഞാൻ പാല് കുടിച്ചേ. ചേച്ചി മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഞാൻ ഇപ്പൊ വരാട്ടോ. കുതിരയ്ക്ക് പുല്ല് വാങ്ങിച്ചിടാൻ പറഞ്ഞോ മറന്നു. അപ്പനും തന്നെ കൊല്ലും. കാവേരി നിന്നോടൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. എന്താ ചേച്ചി? നീ കൊച്ചുകുട്ടിയൊന്നുമല്ല. ജോസണ്ണൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാ. അയൽവക്കത്തുള്ളവരൊക്കെ എന്താ വിചാരിക്കുക? ചേച്ചി എന്താ പറയണേ? ഞങ്ങൾ ഇവിടുന്ന് പോകുന്നവരെ നീ ഇവിടെ വരികയെ കിടക്കേ എന്താണെങ്കിലും ആയിക്കോ. പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞാ പിന്നെ നീ ഇവിടെ വരരുത്. കാവേരി എന്താ ഇത്? കണ്ണു തുറക്കേ. അവർക്കൊന്നും നിന്റെ മനസ്സറിഞ്ഞുകൂടാ. പോട്ടെ, പൈപ്പൊങ്കിൽ ഇനി 10-15 നാളേ ഉള്ളൂ. അതുവരെ ക്ഷമിച്ച പോരെ? ഞാൻ ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി ദൂരെ. നീ കലയമുത്തിരി പോയിട്ടുണ്ടോ?
മുക്കാല് സുബ്രഹ്മണ്യം എന്നെ കൊണ്ട് കാണിച്ചത്. 100 രൂപ വാടക, ഒരു മുറിയും ഒരടുക്കള, ചെറിയൊരു മുറ്റമുണ്ട്. അടുക്കളയ്ക്ക് ഒരു മുറിയുടെ അത്ര വലിപ്പം കാണും. ചുറ്റും താമസിക്കുന്നവരൊക്കെ എന്റെ പരിചയക്കാർ തന്നെയാ. പൂക്കച്ചവടക്കാരും നൂൽ കമ്പനിയിൽ ജോലി നോക്കുന്നവരൊക്കെ. ചായപ്പിൽ താമസമുള്ള മാമൻ പറഞ്ഞു, അത് വേണ്ട. വേണ്ട അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തേ? അതും ഇത് ഓർത്ത് വെറുതെ വിഷമിക്കണ്ട. നമുക്കോർക്കാൻ വേറെന്തെല്ലാം ഉണ്ട്. നീ പറഞ്ഞ പോലെ മുല്ലപ്പൂക്കളും സൂര്യകാന്തി പൂക്കളും നട്ടു വളർത്താൻ തോട്ടം, അതിന് നടുക്കൊരു കൊച്ചു വീട്, വീട്ടിലെ സജിമോനെ പോലെയും ബിജിമോളെ പോലെയും 2 മക്കള്. ഏയ് ഏയ് എന്നോടൊരു ചായ വെച്ചിട്ട് നേരം എത്രയായി? ചായയല്ലേ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്? ഓ, ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും കാണേണ്ട ഒന്നും കാണൂലല്ലോ. നീ അതിന് മധുരം ഇട്ടില്ലേ? അങ്ങനെ മറവിയൊന്നും ആയിട്ടില്ല. എന്താ, മധുരം പോരാൻ തോന്നുന്നുണ്ടോ? അയ്യോ, വെറുതെ പറഞ്ഞാന്നേ. ഒന്ന് പതുക്കെ അലക്ക്. നീ ഇത് ആരോടെ വാശി തീർക്കും പോലാണല്ലോ. നീ ഇത് എന്ത് ഭാവിച്ചാ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇങ്ങനെ വലിച്ചലക്കല്ലേ. ശ്രീസൻ, നിന്റെ സ്വഭാവം മഹാ ബോറാട്ടോ. ആഹാ, അത് ഇപ്പോഴേ തോന്നി തുടങ്ങിയുള്ളൂ. ശ്വാസം വലിക്കാൻ കിടന്ന് പാടുപെടുന്നത് ബാക്കിയുള്ളവർക്ക് നോക്കിയേക്കാൻ പറ്റാഞ്ഞിട്ടാ. ഒരു കുടുംബത്തിലെ ജോലികൾ ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. പറഞ്ഞു പറഞ്ഞ് എല്ലാരും എന്നെ ഒരു രോഗിയാക്കാതിരുന്നാ മതി. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ஏண்டி இன்னைக்கு எங்கேயும் போகலையா? அட என்ன இவ்வளவு சோகமா இருக்க? உன் புருஷன் செத்துட்டானா என்ன? உன் வேலையை பார்த்துட்டு நீ போ. அடடா, என் மேல எதுக்குமா கோவம்? உன்கிட்ட நல்லதும் சொல்லக்கூடாது, கெட்டதும் சொல்லக்கூடாது. എന്താടി ഇങ്ങനെ ഇരിക്കുന്നേ? വെറുതെ ഇവിടെ ഇരിക്കാനും പാടില്ലേ? വീട്ടിലിരിക്കാത്തനായിരുന്നു ഇത്ര നാളും കുറ്റം. കിടന്ന് ചാടിക്കടിക്കണ്ട. തളം തുടങ്ങി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ചോദിച്ചതാ. എനിക്കൊന്നുമില്ല. ചേച്ചി പൊട്ട കടിച്ചു മക്കളെ. അത് അമ്മൂമ്മ വെറുതെ പറഞ്ഞതാ. ചേച്ചിക്ക് ഒന്നുമില്ല. ചേച്ചി വലിയൊരു പട്ടം ഉണ്ടാക്കിയിട്ട് വരാം. എപ്പോഴാ പട്ടം ഉണ്ടാക്കുക? ഉണ്ടാക്കി കഴിയുമ്പോ ചേച്ചി വിളിക്കാം. ഇപ്പൊ മക്കളെ പൊയ്ക്കോ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ചെല്ല്.